ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാർക്കും റാഹത്തല്ലേ? എന്തൊക്കെയുണ്ട് എല്ലാ നാട്ടുവിശേഷം? പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് ആണ് കേട്ടോ. അടുക്കളയിലെ വിശേഷമാണെന്ന്. ഇന്ന് ഓട്ടടയാണ്. അപ്പോൾ അരി അരച്ചുണ്ടാക്കിയതാണ് കേട്ടോ. പൊടിയിട്ട് അല്ല. അപ്പം ഇന്ന് ഓട്ടടക്ക് കറി ചെറുപയറാണ്. ചെറുപയർ ഗ്യാസിൽ വെച്ചിരിക്കണം. അപ്പോൾ ചായ തിളച്ചപ്പോൾ അരി പൊടി ഒഴിച്ചപ്പോൾ അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചതാണ് കേട്ടോ. വെള്ളം ഒഴിച്ച് ഇതാക്കി അതിൽ വെളിച്ചെണ്ണ ലേശം ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ കളറ് കണ്ടിട്ട് തോന്നണ്ട. ഇന്നലെ പഴം പൊരിച്ചപ്പോഴേ തോനെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വെച്ചതാണ്. നമ്മളവിടെ വീട്ടിൽ നമ്മൾ ആട്ടണത് തന്നെയാണ്. നമുക്ക് നമ്മളെ വീടല്ല കേട്ടോ വാടക. നമ്മളിവിടെ തേങ്ങ പൈസക്ക് വാങ്ങിയിട്ട് നമ്മൾ ആട്ടണതാണ്. നമ്മൾ കുറേ ആയി അങ്ങനെ തന്നെ. പക്ഷെ കടയിലത്തെ വെളിച്ചെണ്ണ വാങ്ങലില്ല. അത് മില്ലിൽ നിന്ന് അങ്ങനെ വാങ്ങലില്ല. നമ്മൾ മില്ലിൽ നിന്ന് ആട്ടിച്ച് വാങ്ങുന്നതാണ്. മില്ലിൽ നിന്ന് നമ്മൾ കൊണ്ടുപോയി ആട്ടിക്കുന്നതാണ്. അപ്പം അങ്ങനെ ചെറുപയർ കറിയൊക്കെ ആയി. ചൂടുള്ള ഓട്ടടയും ചൂടുള്ള കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചൂടോടെ തന്നെ ചായയൊക്കെ ഞങ്ങൾ കുടിച്ച്. ഓട്ടടയൊക്കെ നല്ല നന്നായിക്കണം കേട്ടോ. ഓട്ടടയൊക്കെ നല്ല പൊള്ളച്ച് വന്നിക്കണം. പക്ഷെ നമ്മളുണ്ട് അതിൻ്റെ അടപ്പുണ്ട് തുറന്നാൽ, ചട്ടീൻ്റെ അടപ്പുണ്ട് തുറന്നാൽ പിന്നെ അതുകൊണ്ട് താവുക നല്ല ഒന്നാകണ്ട് ആരെടുത്തിട്ട് മേലെ ഒന്നാകണ്ട് കൂട് പോലെ ആവുകയാണ്. പക്ഷെ ഇവിടെ നല്ല നിറച്ചും ആരെടുക്കണം. അപ്പം മേലെ നിന്ന് എന്നിട്ട് പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരെടുത്ത് കഴിഞ്ഞത് നല്ല നന്നായിക്കണം. അങ്ങനെ ചായടിയൊക്കെ കഴിഞ്ഞ്. പിന്നെ ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ. അപ്പം ഇന്ന് മന്തി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം അതിന് വേണ്ടിയതൊക്കെ ഇതിലിട്ടിക്കണം. ചിക്കനൊക്കെ കഴുകി ഞാൻ കൊണ്ടുവന്ന് വെച്ച്. രണ്ട് വലിയ തക്കാളി, ഒരു വലിയ സവാള, രണ്ട് ക്യാപ്സിക്കൻ ഇല്ല, ഒരു വലിയ ക്യാപ്സിക്കന്, പിന്നെ ഒരു ക്യാപ്സിക്കൻ്റെ പകുതി, പിന്നെ ഒരു വലിയ കൈപ്പിടി ചെറിയ ഉള്ളി, പിന്നെ മല്ലിച്ചപ്പ്, പൊതിനൊക്കെ നമ്മളവിടെ ഉള്ളതാണ് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാക്കിയതാണ് പൊതിനൊക്കെ. അതിൻ്റെ ഇലയാണ്. വലുതായിട്ട് തോന്നുന്നതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ മിക്സാക്കി അമ്മിമ്മൽ ഞാൻ ചതക്കിയതാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ മിക്സായിപ്പോയി. പിന്നെ ഒരു 3 സ്പൂണ് തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്. പിന്നെ ഉപ്പ് പാകത്തിന്, പിന്നെ ഗരം മസാല, മന്തി മസാല, കുരുമുളക് പൊടി. കുരുമുളകൊക്കെ നമ്മളിവിടെ പൊടിച്ചതാണ്. കടയിൽ നിന്ന് വാങ്ങിയതല്ല, മോളെ വീട്ടിൽ നിന്ന് കുരുമുളക് കൊണ്ടുവന്നീന്. അപ്പോൾ അത് പൊടിച്ചതാണ്. അതുപോലെ വെളിച്ചെണ്ണയൊക്കെ നമ്മളിവിടെ ആട്ടണതാണ്. അതൊക്കെ ഇട്ട് നല്ല ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലും അതിൻ്റെ കൂടെ ഒഴിച്ച്, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഒക്കെപ്പാടെ കയ്യേറ്റ് നല്ല തിരുമ്മി പിഴിഞ്ഞ് ഒക്കെ സെറ്റായപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്ത്. ചിക്കനൊക്കെ ഇട്ട് നല്ല കുഴച്ച് അത് ഫ്രിഡ്ജിലേക്ക് ഞാൻ മാറ്റി വെച്ചു. അങ്ങനെ 1 മണിക്കൂർ ഞാൻ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്തത്. അപ്പോൾ ഞാൻ അടുപ്പത്തവിടെ വെള്ളം വെച്ച്, ചോറിനുള്ള വെള്ളം വെച്ച്, ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്ത് ഗ്യാസുമേലേക്ക് വെച്ച് അത് പൊരിച്ച്. ആദ്യത്തെ പൊരിച്ചെടുത്ത് രണ്ടാമത്തേത് അതിലിട്ടതാണ് ഞാൻ. അപ്പോൾ ഇതിന് വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്ത്. അതിലെല്ലാ സാധനങ്ങളും ഇട്ടിക്കണം കേട്ടോ. വെള്ളത്തിൽ രമ്പൻ്റെ ഇല ഇട്ടിക്കണ്, കുരുമുളക് ചതക്കാത്തത്, മല്ലി, പട്ട, പൂവ്, ഏലക്ക, പിന്നെ ചിക്കൻ ക്യൂബ്, സൺഫ്ലവർ ഓയിൽ, നാരങ്ങ, ഉണക്ക നാരങ്ങ ഒക്കെ ഇട്ടിക്കണം. അപ്പോൾ ഇതിങ്ങനെ കൊട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ബിരിയാണി മസാല പോലെയാണ്. പക്ഷേ ഇവിടെ മസാല ഇല്ലാതെ പറ്റൂല. പക്ഷേ ഇത് ചിക്കൻ കൂട്ടാത്തവരുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഇത് കൂട്ടിയിട്ടെങ്കിൽ അപ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ ചോറ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നാകണ്ട് മിക്സായി. അപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ട് ചോറ് തിന്ന്. പിന്നെ മയോണീസ് തക്കാളി ചട്ടിനി ഉണ്ടാക്കിയ തക്കാളി ചട്ടിനി അല്ല, മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് അത് വേറെ ഉണ്ടാക്കിയിരിക്കണ് കേട്ടാ. അതൊക്കെ പാടെ ചട്നി ഇതുണ്ടാക്കിയിരിക്കണ്. അപ്പോൾ അതൊക്കെ പാടെ ഉണ്ടായപ്പോൾ ഈ ഇതിൻ്റെ നീരുണ്ടെങ്കിൽ അത് കൂട്ടി കുടിക്കാമല്ലോ എന്നുള്ള ഇതിലാണ് കേട്ടോ. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ലല്ലോ. അത്രയും തോനെ മസാല ഇട്ടിരിക്കുന്നത്. പക്ഷേ ചോറ് വെന്ത് കഴിഞ്ഞാൽ പക്ഷേ അധികം മസാല ഒന്നുമില്ല കേട്ടോ. പാകത്തിനേ ഉള്ളൂ. അതൊക്കെ വെന്ത് കണ്ട് അരിഞ്ഞ് പോയിക്കണം. പിന്നെ
അങ്ങനെ ഇപ്പോൾ പള്ളിയിൽ നിന്ന് വന്നിക്കണം. അപ്പോൾ ഇപ്പോൾ ചോറ് വിളമ്പാണ്. ചോറിനൊരു കുഴപ്പമില്ല. പക്ഷെ അരി ഞാൻ ഇതിൻ്റെ അരിയാണെന്നുള്ള ഇതിന് നല്ല വേവിച്ചിരിക്കണം. ഇവിടെ വേവാൻ ഞാൻ ചെറിയ മോളുള്ളതാണ്. മോളെന്ന് പറഞ്ഞാൽ എൻ്റെ മോളല്ല, മോൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ ചോറൊക്കെ പൊട്ടിച്ചതാണ്. എടുത്തപ്പോൾ പിന്നെ മിക്സ് ആക്കിയപ്പോൾ അങ്ങനത്തെ മസാല ഒന്നും അധികമൊന്നുമില്ല. പിന്നെ പാകമാണ്. പിന്നെ കളറൊന്നും ഇവിടെ അങ്ങനെ ഒഴിക്കലില്ല. കളറൊന്നും അങ്ങനെ ഇഷ്ടമല്ല. കളറൊക്കെ ഉണ്ട്, പക്ഷേ കളറൊന്നും ഞങ്ങൾ ഉപയോഗിക്കലില്ല. അപ്പോൾ വീഡിയോക്ക് ഒരു ഇതുണ്ടെങ്കിലും പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യാറില്ല. നമ്മളല്ലെങ്കിലും എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഇവിടെ ഉണ്ടാക്കുമ്പോഴൊന്നും അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ മറക്കരുത്.